കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. കരിമീൻ വിഭവങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് നല്ല വില കിട്ടുന്ന മത്സ്യം കൂടിയാണ് കരിമീൻ. കരിമീൻ കൃഷി നേരിടുന്ന പ്രധാന പ്രശ്നം കുഞ്ഞുങ്ങളുടെ ലഭ്യതക്കുറവാണ്. മറ്റ് മത്സ്യങ്ങളുടേതുപോലെ ഹാച്ചറികളിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കരിമീൻ വിത്തുൽപാദനം സാധ്യമായിട്ടില്ല എന്നതാണ് ഇതിന് കാരണം. കാർപ്പ് മത്സ്യങ്ങളും മറ്റും ഒറ്റത്തവണ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു ജോഡി കരിമീനുകൾ 1000-ൽ താഴെ കുഞ്ഞുങ്ങളെ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എട്രോപ്ലസ് സുറേറ്റൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കരിമീൻ ഉപ്പ് ജലാശയങ്ങളിലാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. കുളങ്ങൾ ഒരുക്കി ഇണചേരാനും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുമുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നൽകി പ്രകൃത്യാലുള്ള വിത്തുൽപാദനം കാര്യക്ഷമമാക്കിയുള്ള വിത്തുൽപാദന രീതിയാണ് എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുന്നത്. ഉപ്പുവെള്ളം കയറിയിറങ്ങുന്നതും ചുരുങ്ങിയത് 50 സെന്റെങ്കിലും വിസ്തൃതിയുള്ളതുമായ കുളങ്ങളാണ് കരിമീൻ വിത്തുൽപാദനത്തിന് അനുയോജ്യം. വിത്തുൽപാദനത്തിന്റെ ആദ്യഘട്ടം കുളം ഒരുക്കുക എന്നതാണ്. ഇതിനായി കുളത്തിനുള്ളിലും ചുറ്റുപാടുമുള്ള ചെടികളും മറ്റും വെട്ടിമാറ്റി കുളം വറ്റിച്ച് കുളത്തിൽ അടിഞ്ഞ പായലുകളും ചെളിയും പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. കളമത്സ്യങ്ങളെ മാറ്റുകയാണ് അടുത്ത പടി. ഇവ കരിമീനിന്റെ മുട്ടയും കുഞ്ഞുങ്ങളെയും ഭക്ഷിക്കും എന്നതിലാണിത്. കളമത്സ്യങ്ങളെ നശിപ്പിക്കുവാൻ കുളം പൂർണ്ണമായും വറ്റിച്ചുണക്കുന്ന രീതിയാണ് അഭികാമ്യം. ഉറവ ഉള്ള കുളങ്ങളിൽ പൂർണ്ണമായും വറ്റിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നത്ര വറ്റിച്ച ശേഷം കളമത്സ്യ നിർമ്മാർജ്ജന സംയുക്തങ്ങൾ ഉപയോഗിച്ച് കളമത്സ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ്. കുമ്മായ പ്രയോഗമാണ് അടുത്തത്. 1 സെന്റിൽ 2 മുതൽ 4 കിലോഗ്രാം വരെ എന്ന തോതിലാണ് കുമ്മായം പ്രയോഗിക്കേണ്ടത്. കരിമീനുകൾ കുളങ്ങളിലെ ഉറപ്പുള്ള പ്രതലങ്ങളിൽ മുട്ട ഒട്ടിച്ചു വെക്കുകയാണ് പതിവ്. മുട്ട ഒട്ടിച്ചു വെക്കുന്നതിനുള്ള മുളം കുറ്റികൾ കുളത്തിന്റെ അരികുവശങ്ങളിൽ ഉറപ്പിക്കണം. തുടർന്ന് തൂമ്പുകളിൽ ചെറിയ കണ്ണികളുള്ള വലകൾ വെച്ച് വെള്ളം അരിച്ചു കയറ്റണം. കുളത്തിന് വശങ്ങളിലും മുകളിലും HDPE വല ഇടണം. നീർനായയുടെയും കിളികളുടെയും ഉപദ്രവം ഇല്ലാതിരിക്കുന്നതിനാണിത്. കുളത്തിൽ വെള്ളം നിറഞ്ഞാൽ പ്ലവകങ്ങൾ വളരുന്നതിനായി വളം ഇടേണ്ടതുണ്ട്. 1 സെന്റ് കുളത്തിലേക്ക് 4 കിലോഗ്രാം ചാണകം, 300 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവയാണ് വളമായി ഇടേണ്ടത്. തുടർന്ന് ആരോഗ്യമുള്ളതും 150 ഗ്രാം എങ്കിലും വലിപ്പമുള്ള തള്ളക്കരിമീനുകളെ സെന്റിൽ 4 എണ്ണം എന്ന തോതിൽ ഇടണം. പ്രജനന സമയങ്ങളിൽ ഒരു പെൺമത്സ്യവും ഒരു ആൺമത്സ്യവുമായി മാത്രമാണ് ഇണചേരുന്നത് എന്നതും ഈ ഇണകൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് എന്നതും കരിമീനുകളുടെ മാത്രം പ്രത്യേകതകളാണ്. 20 ദിവസങ്ങൾക്കുള്ളിൽ കരിമീനുകൾ മുട്ട ഇടുന്നതാണ്. മറ്റു പല മത്സ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആൺമത്സ്യവും പെൺമത്സ്യവും ചേർന്ന് മുട്ടകൾ പരിപാലിച്ചാണ് മുട്ടകൾ വിരിയിക്കുന്നത്. ഇത്തരത്തിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെ ഇണമത്സ്യങ്ങൾ ചേർന്ന് സംരക്ഷിച്ച് വളർത്തി വലുതാക്കുകയാണ് ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ തള്ളക്കരിമീനുകൾ ചെളിയിൽ ഉണ്ടാക്കുന്ന ചെറിയ കുഴികളിൽ വെച്ചാണ് പരിപാലിക്കുന്നത്. 1 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങൾ കുഴികളിൽ നിന്നും മുകൾ ഭാഗങ്ങളിലേക്ക് നീങ്ങി തീറ്റ തേടി തുടങ്ങുന്നതാണ്. ഈ സമയങ്ങളിൽ ഇവ കൂട്ടമായാണ് നടക്കുക. തള്ളമത്സ്യങ്ങൾ ഇവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും. ഈ കുഞ്ഞുങ്ങൾ നീന്തുന്നത് കാണുമ്പോൾ ആദ്യ നോട്ടത്തിൽ വലിയ ഒരു ബോൾ നീങ്ങുന്ന പോലെയാണ് തോന്നുക. ഇത്തരത്തിൽ നീങ്ങുന്നത് മറ്റു മീനുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സൂത്രമാണ്. കരിമീൻ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാവാൻ കുറഞ്ഞത് 5 സെന്റിമീറ്ററെങ്കിലും വലുപ്പമാവണം. ഇതിന് ചുരുങ്ങിയത് 2 മാസമെടുക്കും. പ്രത്യേക തരത്തിലുള്ള വലകൾ ഉപയോഗിച്ചു വേണം കരിമീൻ കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ. ഈ വലകൾ കുളത്തിൽ താഴ്ത്തിയാണ് ഉറപ്പിക്കുക.
ഇവിടങ്ങളിൽ സ്ഥിരമായി തീറ്റ നൽകണം. തീറ്റ കഴിക്കുന്നതിനായി കുഞ്ഞുങ്ങൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ വലകൾ ഉയർത്തിയാണ് കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളെ ഹാപ്പാനെറ്റുകളിലിട്ട് ദിവസേന 5 നേരം തീറ്റ നൽകണം. പൊടി രൂപത്തിലുള്ള തീറ്റയാണ് നൽകേണ്ടത്. 40% മാംസ്യവും 10% കൊഴുപ്പും അടങ്ങിയ തീറ്റയാണ് കുഞ്ഞുങ്ങൾക്ക് അഭികാമ്യം. കുഞ്ഞുങ്ങളെ പാക്ക് ചെയ്യുന്നത് ഓക്സിജൻ നിറച്ച പോളിത്തീൻ കവറുകളിലാണ്. 6 സെന്റിമീറ്റർ വലിപ്പമുള്ള 50 കുഞ്ഞുങ്ങളെ ഒരു കവറിൽ പാക്ക് ചെയ്യാവുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ 8 മണിക്കൂർ സമയം വരെ കൊണ്ടുപോകാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ എയർ കണ്ടീഷനുള്ള വാഹനങ്ങളിൽ കൊണ്ടുപോകണം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ കർഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങിയ ലീഫ്ലെറ്റ് കുഞ്ഞുങ്ങളോടൊപ്പം കർഷകർക്ക് നൽകുന്നതാണ്. കർഷകർക്ക് പരിശീലനം കൊടുക്കുന്നതോടൊപ്പം KVK തന്നെ കുഞ്ഞുങ്ങളെ കർഷകരിൽ നിന്ന് വാങ്ങി വിൽപ്പന നടത്തുന്ന സംവിധാനവും ഒരുക്കിയിരുന്നു. കർഷകരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ച് അവരുടെ പേരിൽ തന്നെ കുഞ്ഞുങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണനം നടത്തുന്ന സംവിധാനവും നിലവിലുണ്ട്. വർഷത്തിൽ ശരാശരി 3 ലക്ഷം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ KVKയുടെ കർഷക സംഘങ്ങൾക്കാവുന്നുണ്ട്. പ്രതിവർഷം ഒരു അംഗത്തിന് ശരാശരി 1.5 ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക് വളരാൻ കരിമീൻ വിത്തുൽപാദന സംരംഭങ്ങൾക്കായിട്ടുണ്ട്. കരിമീൻ വിത്തുൽപാദനം പഠിക്കാനും കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കാനും വിപണന മാർഗങ്ങളെക്കുറിച്ച് അറിയുവാനും എറണാകുളം KVKയുമായി ബന്ധപ്പെടാവുന്നതാണ്.